ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു മുതലയുടെ വായിക്കാത്തിരുന്ന് കരഞ്ഞു പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടി. ആ നടിയോട് ലാലേട്ടൻ ചോദിക്കുന്നു, അയ്യോ എല്ലാവരും കുണ്ടുമാവയെ ഒറ്റപ്പെടുത്തുന്നോ? എന്നിട്ട് പിന്നെ ലാലേട്ടന്റെ ഒരു മാസ് ഡയലോഗ് ഉണ്ട്, കരച്ചിൽ കാർഡ് ഇറക്കല്ലേ, ചീട്ട് ഞാൻ കീറും, ഏഴിന്റെ പണി. എന്നിട്ട് സീസണിന്റെ അവസാനം നമ്മൾ കാണുന്നത് എന്താണ്? പ്ലിങ്. ഇതൊക്കെ വെറും ഒരു ഫോൾസ് പ്രൊമോഷനായി മാത്രം മാറുന്ന കാഴ്ച. മുതലക്കണ്ണീർ ഒഴുക്കിയ ഒരാളെ പ്രേക്ഷകവിധി എന്ന വ്യാജേന PR വിധി കൊടുത്ത് പിടിച്ചങ്ങ് വിജയിപ്പിക്കുകയും ചെയ്തു. ഇന്നലെ അനുമോൾ ഈ സീസൺ വിജയിച്ച ആ മൊമെന്റ് കണ്ടപ്പോ എനിക്ക് ഓർമ്മയിൽ വന്നത് ഈ ഒരു പ്രോമോ ആണ്. നല്ല ചിരിയും കൂടി വന്നു കേട്ടോ. എന്താ അല്ലെ, ബിഗ് ബോസ് കൊണ്ട് ഉപജീവനം ഉണ്ടാക്കുന്ന PR ടീംസിനെയും കുറെ തേർഡ് റേറ്റ് ചാനലുകളെയും സപ്പോർട്ട് ചെയ്യാനുള്ള ബിഗ് ബോസിന്റെ ഓരോ തത്രപ്പാട്. നമ്മൾ അതൊന്നും കാണാതെ പോകരുത്, നമ്മൾ അതൊക്കെ അപ്രിഷിയേറ്റ് ചെയ്യണം, അംഗീകരിക്കണം എന്ന് പറയുന്നതിൽ ഒരു യോജിപ്പുമില്ല. അംഗീകരിച്ചു തരാൻ പറ്റില്ല. ഓരോരുത്തരുടെ അഭിപ്രായങ്ങളെ മാനിക്കാൻ പഠിക്കുക ആദ്യം. അനുമോൾ എങ്ങനെ വിന്നറായി എന്നുള്ള ആ ഒരു ചോദ്യം തന്നെ നമ്മൾ വീണ്ടും ചോദിക്കുകയാണ്. അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരോട് തന്നെയാണ് ചോദിക്കാനുള്ളത്. നിങ്ങളെ അനുമോളിലേക്ക് ആകർഷിപ്പിച്ച ഒരൊറ്റ പോസിറ്റീവ് ഗെയിം പറയാമോ? ബിഗ് ബോസ് ഹൗസിനകത്ത് അനുമോള് ചെയ്തു വെച്ച പോസിറ്റീവ് ആയിട്ടുള്ള ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. വേറെ കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഒരു കാര്യം പറഞ്ഞാൽ മതി. അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. എന്തൊരു കോമഡി ആണെന്ന് ഓർത്തോണം. ഒരു ബിഗ് ബോസ് വിന്നറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലാതെ വെറും ഒരു കണ്ടസ്റ്റന്റിനെ പറ്റിയൊന്നും അല്ല. ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആകെ 2 സ്ത്രീ മത്സരാർത്ഥികൾക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഒരു മഹാഭാഗ്യം, ലേഡി ബിഗ് ബോസ് ആവുക, ബിഗ് ബോസ് വിജയിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരാളുടെ ഗെയിമില്ല ഒരൊറ്റ പോസിറ്റീവ് വശവും ഇല്ലെന്നോ? ഒരു നല്ല കാര്യം പോലും ലേഡി ബിഗ് ബോസ് ചെയ്തിട്ടില്ലെന്നോ? ഒരു സൽപ്രവൃത്തി പോലും ചെയ്തിട്ടില്ലെന്നോ? അങ്ങനെയൊക്കെ എങ്ങനെയാണ് ആ മഹാഭാവി നിനക്ക് പറയാൻ പറ്റുന്നത്? എടാ അസൂയക്കാരാ, എങ്ങനെയാണെന്ന് കരയാതരാന്നൊക്കെ നിനക്ക് പറയാൻ തോന്നുന്നുണ്ടാവും. അങ്ങനെയൊക്കെ എന്ത് വേണേലും പറഞ്ഞോളൂ. പറയാൻ വന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഈ ഒരു ഗെയിമിനെ പറ്റി, അതായത് ഒരു നിലവാരവും ഇല്ലാത്ത അനുമോളുടെ ഈ ഗെയിം, അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മളെന്നല്ല, ഒരുപാട് പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നുണ്ട്. കമന്റ് സെക്ഷനിലും വീഡിയോയുടെ രൂപത്തിലും പോസ്റ്റായിട്ടും ഒക്കെ ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട്. അനുമോൾ എന്ത് ചെയ്തിട്ടാണ് ഈ സീസൺ വിജയിച്ചത് എന്നുള്ള ചോദ്യമാണ് എല്ലായിടത്തും. കമന്റ് സെക്ഷൻ നിറയ്ക്കുന്ന രീതിയിൽ എസ്സേ എഴുതി പ്രേക്ഷകർ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അനീഷ് ആയിരുന്നു ഈ സീസൺ വിജയിക്കേണ്ടിയിരുന്നതെന്ന് ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ അനീഷിന്റെ ഒരു സപ്പോർട്ടർ എന്ന നിലയ്ക്ക് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ ഗെയിം എന്നതിനേക്കാൾ ഉപരി ഒരു പേഴ്സണാലിറ്റിയാണ്. പോസിറ്റിവിറ്റി തരുന്ന, എല്ലാവരോടും നല്ലത് മാത്രം പ്രവർത്തിച്ചിട്ടുള്ള, നല്ല മനസ്സിനുടമയായിട്ടുള്ള ഒരാളോടുള്ള സ്നേഹവും ഇഷ്ടവും അതെല്ലാ കാലവും അങ്ങനെ തന്നെ നിലനിൽക്കും. ഒട്ടും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിന്നർ അല്ല ഇപ്പോഴത്തേത്. അനീഷ് ജയിക്കേണ്ടിയിരുന്ന ഒരു സീസൺ അകത്തും പുറത്തും പല കളികൾ കളിച്ച്, ഉഡായിപ്പ് നമ്പറുകളും കളിച്ച് ഒരു ടീം ഒരു മനസ്സോടെ പ്രവർത്തിച്ചാണ് അനുമോൾക്ക് ഈ ഒരു കപ്പ് കൊടുത്തത്. ഈ ഷോ ഇത്രയും റിഗ്ഡ് ആണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് കുറച്ചെങ്കിലും സത്യമുള്ള ഒരു ഷോ ആണെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇത്രയധികം വൃത്തികെട്ട രീതിയിൽ തോന്നിവാസം കാണിച്ചും പറഞ്ഞും മാത്രമുള്ള ഒരാളെ വിജയിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. PR ജയിച്ചു, പ്രേക്ഷകർ തോറ്റു. ഇതേ കാര്യമാണ് എനിക്കും പറയാനുള്ളത്. ഇനിയുള്ള കാലത്ത് ബിഗ് ബോസ് എന്ന ഗെയിം ഷോയില് പ്രേക്ഷകരുടെ വിധിക്ക് ഒരു സ്ഥാനവുമില്ല. പ്രേക്ഷകർ ആത്മാർത്ഥമായി പ്രയത്നിച്ച് അവരുടെ അധ്വാനത്തിലൂടെ 1000-ഉം 2000-ഉം വോട്ടുകൾ അവരുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് വേണ്ടി പിടിച്ചു കൊടുക്കാറുണ്ട് പല സീസണുകളിൽ. ചിലരൊക്കെ 5000-10,000 വോട്ടൊക്കെ പിടിക്കാറുണ്ട്. അവരോടൊക്കെ എനിക്ക് റെസ്പെക്റ്റ് ആണ്. അത്രയുമൊക്കെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പാവപ്പെട്ട കുറെ മനുഷ്യരുണ്ട് ഈ ബിഗ് ബോസ് കാണുന്ന, ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോയില് അഡിക്റ്റ് ആയിട്ടുള്ള കുറെ മനുഷ്യര്. അവരെയൊക്കെ മണ്ടന്മാരാക്കുന്ന രീതിയിലാണ് ഇത്തവണ ബിഗ് ബോസ് വിന്നറിനെ തീരുമാനിച്ചത്. ഇങ്ങനെയൊന്നും അടുത്ത സീസണിൽ ആരും ചെയ്യരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്തിനാണ് വെറുതെ അധ്വാനിച്ച് വോട്ടുകൾ കോൺസോളിഡേറ്റ് ചെയ്യുന്നത്? എന്തിനാണ് വെറുതെ എഫേർട്ട് ഇടുന്നത്? PR വിനു ക്യാഷ് വാങ്ങി ചെയ്യുന്ന പണി നിങ്ങൾ എന്തിന് ഫ്രീ ആയിട്ട് ഒരു മത്സരാർത്ഥിക്ക് വേണ്ടി ചെയ്യുന്നു? എന്തിന് ഫ്രീ ആയിട്ട് ചെയ്യണം? എല്ലാം PR വിനുവിന് അങ്ങ് വിട്ടുകൊടുത്തേക്കുക. ഞാൻ പറയുന്നത് കൺഗ്രാറ്റ്സ് വിനു. ഞാൻ അനുമോളോട് പോലും കൺഗ്രാറ്റ്സ് പറയുന്നില്ല. കൺഗ്രാറ്റ്സ് വിനു. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ കൺഗ്രാറ്റ്സ് പറയുകയാണ്. നിങ്ങളാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു ബിഗ് ബോസ് വിന്നറിനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല, ചെറിയ നേട്ടമല്ല. നിങ്ങൾ തീരുമാനിക്കുന്ന ആള് വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കിങ് മേക്കർ ആണ്. അടുത്ത സീസണിൽ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക, ഇദ്ദേഹത്തിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ 100% വിജയം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അഷ്വറൻസ് ആണ്. പബ്ലിക് റിലേഷനും പണവുമുള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു സംഭവം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. എന്താണ് സത്യാവസ്ഥ? ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കും. അവസാനം വരെ കാണണം. വീഡിയോ ഇഷ്ടമായാലും ഹൈപ്പ് ചെയ്യണം.
ഒട്ടും ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിന്നർ അല്ല അനുമോൾ എന്ന് തന്നെ ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ അനുമോൾ എന്ന കണ്ടസ്റ്റന്റ് ഈ സീസണിൽ കോണ്ടന്റ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല എന്റെ ചോദ്യം. കോണ്ടന്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. കോണ്ടന്റ് കൊടുക്കാതെ സേഫ് ഗെയിം കളിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അനുമോളെ സപ്പോർട്ട് ചെയ്തവർ അല്ലെങ്കിൽ PR ഹോംസോ അവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരിക. വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും ചോദിക്കുകയാണ്. അനുമോൾ അവിടെ കളിച്ചിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരൊറ്റ ഗെയിം, മനസ്സിന് സന്തോഷം തോന്നുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് പുറത്തേക്ക് വന്ന ഒരൊറ്റ ഗെയിം സ്ട്രാറ്റജി ഒന്നുമില്ല. 0 വട്ട 0 കത്തം ടാറ്റ ബബ്ബായ്. അനുമോൾ അങ്ങനെ ഒരു ഗെയിം അല്ല അവിടെ കളിച്ചത്. എന്ത് തരത്തിലുള്ള ഗെയിമാണ് കളിച്ചതെന്ന് പറയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരൊറ്റ ചോദ്യത്തിൽ തീർന്നുമെല്ലാം. കുറെ സദാചാര വിഷം തുപ്പുക, ശപിക്കുക, ആൺവർഗത്തെ കൂട്ടത്തോടെ അപകീർത്തിപ്പെടുത്തുക, മൊണ്ണാന്ന് വിളിച്ച് അധിക്ഷേപിക്കുക, ബോഡി ഷെയിം ചെയ്യുക, വ്യക്തിഹത്യ ചെയ്യുക, മറ്റൊരാളുടെ വികാരങ്ങളെ വെച്ചും അവരുടെ കുടുംബത്തെ വെച്ചും ഒക്കെ നാടകം കളിക്കുക. ഇതൊക്കെയായിരുന്നു ഈ സീസണിലെ അനുമോളുടെ ഗെയിം എന്ന് പറയുന്നത്. ഗെയിം എന്നൊന്നും പറയാനൊക്കത്തില്ല, ഇതിനെ വേറെ പലതുമാണ് പുറംലോകത്ത് പറയുന്നത്. ബിഗ് ബോസിനകത്ത് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ഗെയിം എന്നൊരു പേരിട്ടങ്ങ് വിളിക്കുന്നു. ഗെയിം, കോണ്ടന്റ്, പേര് കേൾക്കാൻ നല്ല പഞ്ചാണ്. പക്ഷെ പച്ച മലയാളത്തിൽ പറഞ്ഞു വരുമ്പോൾ പൈസയുടെ കുത്തിക്കഴപ്പെന്നും കുൽസിത അപരാധം എന്നൊക്കെ തന്നെ പറയേണ്ടി വരും. അനുമോളുടെ ഗെയിമിനെ പറ്റിയാണ് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നിനെ പറ്റിയും അല്ല. പബ്ലിക് റിലേഷൻസ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് പുറത്തേക്ക് വന്നേനെ. അതും 10 കൊല്ലത്തേക്ക്, നോട്ട് ദ പോയിന്റ്, 10 കൊല്ലത്തേക്ക് അനുമോൾക്ക് സൈബർ അറ്റാക്ക് വന്നേനെയെന്നും അനുമോളുടെ PR ആയിട്ടുള്ള വിനു തന്നെ പറഞ്ഞിട്ടുണ്ട്. അവസരങ്ങൾ കിട്ടാത്ത രീതിയിൽ നാണം കെട്ട് 50-ാമത്തെ 60-ാമത്തെ ദിവസം പുറത്തേക്ക് വരേണ്ടി വന്നേനെ എന്ന്. ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞതല്ല, അനുമോളുടെ PR ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞതാണ്. ഇത്രയൊക്കെ അയാൾ പോലും ഒരു വില കൽപ്പിച്ചിട്ടുള്ളൂ. 50-ാമത്തെ 60-ാമത്തെ ദിവസം ഔട്ട് ആവേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അയാള് പ്രയത്നിച്ചത് കൊണ്ട് 100 ദിവസം നിന്ന് വിന്നറായി. എന്തൊക്കെ കളികളാണല്ലേ. എത്രയൊക്കെ ആരൊക്കെ അല്ല എന്ന് പറഞ്ഞാൽ ഇതാണ് സത്യം. ഇവിടെ അനുമോൾക്ക് കിട്ടിയിട്ടുള്ള ട്രെയിനിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറയേണ്ടിയിരിക്കുന്നത്. ഈ ട്രെയിനിങ് എന്തായിരുന്നു, ഏതായിരുന്നു എന്നൊക്കെ ഉള്ളത് പറയാം. ഒരു ചെറിയൊരു ഉദാഹരണം വെച്ചിട്ടാണ് പറയുന്നത്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, ഒരുപാട് ഘട്ടങ്ങളിൽ ഇതൊക്കെ എക്സ്പോസ് ആയി വന്നിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം എടുക്കാം. ആര്യൻ ജിസയിൽ പുതപ്പ് കേസ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണല്ലോ. ഇതിനൊരു എക്സ്പ്ലനേഷനോ മാപ്പോ ഒന്നും അനുമോള് പിന്നീട് പറഞ്ഞിട്ടില്ല. ലാലേട്ടൻ നാണമുണ്ടോ സ്ത്രീയെ എന്ന് പോലും ചോദിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അവിടെയും അനു പറയാതെ പറഞ്ഞു, എനിക്ക് നാണമില്ല ലാലേട്ടാ, തെറ്റ് പറ്റിയെന്ന് ഞാൻ സമ്മതിക്കില്ല. ഇതൊരു സിഗ്നലായിരുന്നു. പച്ചക്കൊടി കാണിക്കുകയായിരുന്നു. പുറത്തിരിക്കുന്ന നിലവാരമില്ലാത്ത കുറെ തേർഡ് റേറ്റ് ചെറ്റകൾ റൺ ചെയ്യുന്ന ചാനലുകൾക്ക് വേണ്ടിയുള്ള ഒരു സിഗ്നല്. അവര് പുതപ്പിനകത്ത് അനക്കമുണ്ടെന്ന് പറഞ്ഞുണ്ടാക്കി. മനസ്സിലായില്ലേ? അനുമോള് സത്യവതിയും പിന്നെ സാക്ഷാൽ ലാലേട്ടൻ കള്ളനുമായി മാറി. ഇതേ ചാനൽസ് ഒക്കെ തന്നെ ലാലേട്ടനെ പോലും അവസാന നിമിഷം വെല്ലുവിളിച്ചിരുന്നു അനുമോള് ജയിക്കുമെന്ന് പറഞ്ഞിട്ട്. ഇത് കോൺഫിഡൻസ് ഒന്നുമല്ല, പൈസയുടെ കുത്തിക്കഴുപ്പും അഹങ്കാരവുമാണ്. അനുമോള് വിലയ്ക്ക് വാങ്ങിച്ച ഈ ചാനൽസിനോടൊക്കെ എനിക്ക് വെറും പുച്ഛമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നെഗറ്റീവ് ഗെയിം കളിച്ച ഒരാളെ വിനു എങ്ങനെ വെളുപ്പിച്ചെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് വെളുപ്പിച്ചെടുത്തത് എന്ന് പറയേണ്ടി വരും. സോഷ്യൽ മീഡിയയിൽ മാത്രം ഷോ കാണുന്ന കുറെ ആളുകളുണ്ട്. ലൈവും എപ്പിസോഡും ഒന്നും കാണാത്ത ഒരു വലിയ വിഭാഗം ഓഡിയൻസ് സോഷ്യൽ മീഡിയയിൽ സർഫേസ് ചെയ്യുന്ന ഈ ടൈപ്പ് വീഡിയോസും പിന്നെ അതേപോലെ ക്ലിപ്പുകളും ഒക്കെയായി കാണുന്ന ആളുകളുണ്ട്. അവര് ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുമ്പോൾ എന്താണ് നോക്കുന്നത്? ഓ, ഇവരിങ്ങനെ ഈ രീതിയിൽ സംസാരിച്ചു, ഇവർക്ക് വേണ്ടി വോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടു, ഇത് വോട്ട് ചെയ്യാം, ഇന്ന ആൾക്ക് വോട്ട് ചെയ്യാം. അപ്പൊ അവരെയൊക്കെ പിടിക്കാനായിട്ടാണ് പ്രധാനമായിട്ടും ഈ പബ്ലിക് റിലേഷൻ വർക്ക് നടക്കുന്നത്. ലൈവ് കാണുന്നവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ 100 ദിവസവും ലൈവ് കണ്ട ഞാൻ അടങ്ങുന്ന വലിയൊരു സമൂഹത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഈ വിനുവിന്റെ PR-ന് പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഓഡിയൻസ് ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അവരുടെ ഒന്നും അടുത്ത് ഈ സഹതാപ തരംഗം വർക്കൗട്ട് ആയി ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബാക്കിയുള്ള ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓഡിയൻസിന്റെ അടുത്താണ് സഹതാപ തരംഗം വർക്കൗട്ട് ആയത്. PR-ന്റെ വിജയം തന്നെയാണ് ഈ സീസണിൽ അതിനൊരു പ്രധാന കാരണമാണ് ഈ ഒരു ഇമോഷണൽ കണക്ഷൻ. അതും PR-ന്റെ ഓരോ ചെറിയ ഉടായ്പ നമ്പറുകളാണ്. ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം, അതായത് നാക്കെടുത്താല് ചെറ്റത്തരവും തോന്നിവാസവും ശാപവാക്കുകളും മാത്രം പറഞ്ഞതിന് ശേഷം വേറുള്ളവരോട് ഇത്രയും മോശമായി അഹങ്കാരം വെച്ച് പുലർത്തി ഗെയിം കളിച്ചതിന് ശേഷം, എല്ലാ എത്തിക്സും മറന്ന് ഗെയിം കളിച്ചതിന് ശേഷം, ഫുഡ് കൊടുക്കുമ്പോ പോലും പുച്ഛവും അഹങ്കാരവും കാണിച്ചതിന് ശേഷം സ്വയം ഇരയായി വിക്ടിമായി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കാണിക്കുന്ന രീതിയിൽ കരഞ്ഞു മെഴുകി നാടകം കളിക്കുക. അപ്പൊ ഇതൊക്കെ അനുമോളുടെ ഗെയിമിന്റെ ഒരു ബ്രില്യൻസ് ആണെന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു.
എന്നുവെച്ചാൽ ഇത്രയും നാറിയ കളി കളിച്ചതിന് ശേഷം ഒന്ന് കരഞ്ഞു കാണിച്ചാല് മലയാളി പ്രേക്ഷകർ മുട്ടുകുത്തി വീഴും, വോട്ട് ചെയ്യും. ഇത് വെറും ഒരു വ്യാമോഹമായിരുന്നില്ല. സ്റ്റേറ്റ് അവാർഡ് ജേതാവൊക്കെയാണ് ഈ അനുമോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികം. കരഞ്ഞു കാണിക്കുന്നതിനൊപ്പം തന്നെ ഈ കുടുംബമഹിമ, പ്രാരാബ്ദം, കടം, ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾക്ക് കുറ്റം, ഞാനൊരു കൂലിപ്പണിക്കാരന്റെ മോളാണ്, ഇതൊക്കെ പറഞ്ഞങ്ങ് ഇമോഷണൽ കണക്ഷൻ അങ്ങ് സെറ്റ് ആക്കുകയാണ്. അനുമോളുടെ പേഴ്സണൽ ലൈഫ്, വീട്, കാറ്, ഇതിനെപ്പറ്റി ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു അപ്പർ മിഡിൽ ക്ലാസ് കുടുംബമാണ് അവരുടേത്. അങ്ങനെ ഒരു നിലയും വിലയും ഉണ്ടായിട്ടും അയ്യോ എനിക്ക് പ്രാരാബ്ദമാണ്, എന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളേ, 16-15 ലക്ഷം രൂപയൊന്നും എന്റെ കയ്യിലില്ലേ, ഞാൻ മുട്ടിന്റെ സർജറി ഉണ്ടാക്കിയേനെ, കൂലിപ്പണിക്കാരന്റെ മോളാണേ. പുറത്തിരിക്കുന്ന പ്രേക്ഷകര് മണ്ടന്മാരാണെന്നാണ് വിചാരം. അല്ല, ഒരർത്ഥത്തിൽ നോക്കിയാലും മണ്ടന്മാരാണ്. കാരണം ബുദ്ധിയും വിവേകവും ഇല്ലാത്ത ആളുകളാണ് ഈ പ്രൊപ്പഗാൻഡയ്ക്കൊക്കെ വീഴുന്നത്. അനുമോളുടെ ഗെയിമിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, അനുമോളുടെ ഫീലിങ്സിന് മാത്രമേ വിലയുള്ളൂ. വേറെ ആരുടെയും ഫീലിങ്സിന് വിലയില്ല. അനുമോളുടെ ഫീലിങ്സിന് മാത്രം വിലയുള്ള പോലുള്ള ഒരുതരം വൃത്തികെട്ട നാറിയ ഗെയിമാണ് പുള്ളിക്കാരത്തി ഈ സീസണിൽ കളിച്ചത്. ഭയങ്കര സെൽഫിഷ് ആയിരുന്നു ആ കാര്യത്തിൽ. അനുമോൾക്ക് മാത്രമേ തോന്നിയാസം പറയാനുള്ള ലൈസൻസ് ഉള്ളൂ, ശപിക്കാനുള്ള ലൈസൻസ് ഉള്ളൂ, പിന്നെ PR ഇട്ട് കൊടുക്കാനുള്ള ഈ ഒരു അവിഹിതം, സദാചാരം, കുൽസിതം, ഈ ഒരു സംഭവങ്ങളൊക്കെ എടുക്കാനുള്ള റൈറ്റ് അനുമോൾക്ക് മാത്രമേ ഉള്ളൂ. ഇത് അനുമോൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കേസുകളാണ് ഈ കുൽസിതവും അവിഹിതവും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു പിടിവാശി ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. ഏറ്റവും തരംതാണ ഗെയിം കളിക്കാൻ ഒരിക്കൽ പോലും അനുമോള് മറന്നിട്ടില്ല. വേറുള്ളവരുടെ വികാരങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെയാണ് അനുമോള് കളിച്ചത്. മുന്നേറി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത്രയും വൃത്തികെട്ട ഗെയിം കളിച്ചതിന് ശേഷം അങ്ങനെ മുന്നേറി എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ വിജയം ഒട്ടും തന്നെ ശാശ്വതമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ചട്ടത്തരമൊക്കെ കാണിക്കുകയോ പറയുകയോ ചെയ്താൽ സഹമത്സരാർത്ഥികൾ ടാർഗറ്റ് ചെയ്യും. ആ ടാർഗറ്റിങ്ങിനെ മോശമാക്കി കാണിക്കാൻ പുറത്ത് ഇവര് വിലയ്ക്ക് വാങ്ങിച്ച കുറെ നിലവാരമില്ലാത്ത യൂട്യൂബ് ചാനലുകളും പിന്നെ കമന്റ് ഇടാൻ കുറെ ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാല് ഇന്നലെ നമ്മുടെ ഉണ്ണി വ്ളോഗ്സ് പറഞ്ഞതുപോലെ ആക്ഷൻ കാണുന്നില്ല, റിയാക്ഷൻ മാത്രം കാണിച്ചുകൊണ്ടുള്ള ഒരുതരം എത്തിക്സ് ഇല്ലാത്ത ഗെയിമും, മോശം അയ്യേ മോശം എന്നൊക്കെ പറയാൻ തോന്നിപ്പിക്കുന്ന ലെവല് വൃത്തികെട്ട PR ടാക്ടിക്സും ആയിരുന്നു ഈ സീസണില്. ഇതാണ് അനുമോൾ എന്ന കണ്ടസ്റ്റന്റിനെ വിജയ കിരീടത്തിലേക്ക് എത്തിച്ചത്. അനുമോൾ കൊടുത്തിട്ടുള്ള കോണ്ടന്റുകളുടെ ക്വാളിറ്റിയെ പറ്റിയും നിലവാരത്തെ പറ്റിയും ഒക്കെ എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മനസ്സിലാക്കാൻ ഏറ്റവും അവസാനം അനുമോൾ നടത്തിയ ഒരു പരാമർശത്തെ തന്നെ നമുക്ക് എടുക്കാം. തൊലി ഉരിഞ്ഞു പോകുന്ന രീതിയിലുള്ള വൃത്തികെട്ട ഒരു പരാമർശം അക്ബറിനോട് പറഞ്ഞ ആളാണ് അനുമോള്. ബസ് പരാമർശം, തൊട്ടൊരുമയൊന്നും നിൽക്കരുത്, KSRTCയിൽ ഓരോ ലെവന്മാര് നിൽക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന്. നിലവാരം മനസ്സിലാക്കാൻ നമുക്ക് ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഇത്രയും നിലവാരമില്ലാതെ ഗെയിം കളിച്ച ഒരാളെ പുറത്തിരുന്ന് എങ്ങനെയാണ് വെളുപ്പിച്ചത്, അതിപ്പോഴും എനിക്ക് അത്ഭുതമുള്ള ഒരു കാര്യമാണ്. അത് ഈ കുട്ടി പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണത്. ഈ ഫോട്ടോ കണ്ടില്ലേ, അക്ബർ നിൽക്കുന്ന കണ്ടില്ലേ, അക്ബർ വെറും ജന്തുവാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ തമ്മിലും വീഡിയോയ്ക്ക് ഇപ്പോഴും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനൊരു പ്രോപ്പഗാൻഡ ഉണ്ടാക്കി വിടും. പ്രേക്ഷകർ ഇതിൽ വീണോളും എന്നാണ് ഇവരൊക്കെ വിശ്വസിക്കുന്നത്. പ്രേക്ഷകർ വീണു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ PR ടീമിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അനുമോളെ വിജയിപ്പിക്കാൻ ഏതറ്റം വരെയും പോവുക. അക്ബറിനെ പറ്റി അനുമോള് പറഞ്ഞിട്ടുള്ള ഓരോ പരാമർശവും എടുക്കുക. കുളിച്ചിട്ടില്ല, നനച്ചിട്ടില്ല, നാറ്റം, അത് ഇത് മറ്റേത് മറിച്ചത്, പിന്നെ പ്രാഗിയത്, ശപിച്ചത്, എല്ലാം ഓക്കെ. അതിലെല്ലാം ഈ സിഗ്നൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ടീമെ ശ്രദ്ധിക്ക്, അക്ബറിനാണ് ഇന്ന് നിങ്ങൾ പണി കൊടുക്കേണ്ടത്, അക്ബറിനെയാണ് ഇന്ന് നിങ്ങൾ തേജോവധം ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനത്തെ PR-നെതിരെ നമ്മൾ വോയിസ് ഔട്ട് ചെയ്യുക തന്നെ ചെയ്യും. ഒരാളുടെ വ്യക്തി ജീവിതത്തെ തകർത്തുകൊണ്ടുള്ള എന്ത് പ്ലാൻഡ് ഡീഗ്രേഡിങ് നടന്നാലും അതിനെ ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റില്ല. അതിനെ PR ആണെന്ന് പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല. അനുമോളുടെ കേസിൽ അനുമോൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും എടുത്തു വെച്ച് മറ്റുള്ളവരെ പുറത്താക്കാൻ അഹോരാത്രം ഒരു ടീം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. മറ്റുള്ളവരെ പുറത്താക്കാൻ അത് നിങ്ങൾക്ക് ഇന്നലെ തന്നെ മനസ്സിലായി കാണാം. ടോപ്പ് 5 ആകെ ഒരു പെൺതരിയേ ഉള്ളൂ. പെൺതരി ഒരെണ്ണം മാത്രം വരാൻ എന്താണ് കാരണം? ബാക്കിയുള്ള പെൺതരികളെ എല്ലാം ഇവര് സദാചാരം പറഞ്ഞ് അവിഹിതം പറഞ്ഞ് പുറത്താക്കിക്കൊണ്ടിരുന്നു. മനസ്സിലായില്ലേ? ഓരോരുത്തരുമായിട്ട് പെയർ ചെയ്ത് ചെറ്റത്തരം തന്നെ വിളിച്ച് പറഞ്ഞ് പുറത്താക്കിക്കൊണ്ടിരുന്നു. പൊതുപ്പിനുള്ളിലെ കേസും പിന്നെ അവിഹിതവും ഇതൊക്കെ എടുത്തു വെച്ച് പരിശോധിച്ചാൽ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. മറ്റുള്ള PR ടീംസ് അവരുടെ മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്ത് മാത്രം പ്രവർത്തിക്കുമ്പോൾ അനുമോളുടെ PR ടീമിന്റെ എതിരാളിയും അനുമോളുടെ എതിരാളിയും രണ്ടുപേരും ഒരാളാണ്.
ആര്യൻ, അപ്പാനി ശരത്ത്, അക്ബർ, ബിൻസി, ശൈത്യ, ജിസേല്, നെവിൻ, ഇവരൊക്കെ അനുമോളുടെ മാത്രം എതിരാളികളാവണമായിരുന്നു. അനുമോളുടെ മാത്രം എതിരാളികളാണ്. ഒരു മത്സരത്തിൽ അനുമോൾക്കെതിരെ പങ്കെടുത്ത അനുമോളുടെ എതിരാളികളാണ്, അല്ലാതെ അനുമോളുടെ PR ടീമിന്റെ എതിരാളികളല്ല. ഞാൻ അനീഷിനെ ഇതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇവരൊക്കെ വേട്ടയാടിയതും ഇവരുടെയൊക്കെ പേഴ്സണൽ ലൈഫ് വെച്ച് അനുമോള് കളിച്ചതും പ്രേക്ഷകർ ഒരു കാലത്തും മറക്കത്തില്ല. ഒരു കാലത്തും മറക്കത്തില്ല. ഞാൻ മറക്കത്തില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, അനുമോൾ ഈ സീസണിൽ കോണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ കോണ്ടന്റുകളുടെ ഒക്കെ ഒരു ക്വാളിറ്റിയാണ് പ്രശ്നം. ആദ്യം ആ കോണ്ടന്റുകളുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഉള്ളത് നിങ്ങൾ തിരിച്ചറിയുക. പിന്നെ PR എങ്ങനെയൊക്കെയാണ് ഈ നിലവാരമില്ലാത്ത കോണ്ടന്റുകളെ മാർക്കറ്റ് ചെയ്തത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. എന്നിട്ട് നിങ്ങൾ പറയുക അനുമോൾ എന്ന കണ്ടസ്റ്റന്റ് ഡിസേർവിംഗ് ആയിരുന്നോ, ഈ സീസൺ വിജയിക്കാൻ ഡിസേർവിംഗ് ആയിരുന്നോ ഇല്ലയോ എന്നുള്ളത്. എത്ര തവണയാണ് ഓരോരുത്തരും അനുമോൾ നാക്കെടുത്ത് പ്രാഗിയിട്ടുള്ളത്, ശപിച്ചിട്ടുള്ളത്. അതിനൊക്കെ വല്ലോ കൈയും കണക്കും ഉണ്ടോ? വല്ലോ കൈയും കണക്കും ഉണ്ടോ? കഴിഞ്ഞ സീസണിൽ ഒരാൾ ശാപവാക്ക് ഉപയോഗിച്ചു എന്നും പറഞ്ഞിട്ട് എന്തുമാത്രം അനുഭവിച്ചതാണ്. അവിടെയാണ് അനുമോള് പ്രിവിലേജ്ഡ് ആവുന്നത്. ഈ ലോകത്ത് പൈസ ഉള്ളവന് എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് കിട്ടും. എല്ലാ കാര്യത്തിലും അപ്പർ ഹാൻഡ് ഉണ്ട് പൈസ ഉള്ളവർക്ക്. ആ അപ്പർ ഹാൻഡ് കിട്ടിയില്ലെങ്കിൽ പോലും അത് പൈസ കൊടുത്ത് വാങ്ങിക്കാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? ഇനി വാങ്ങിക്കാൻ കിട്ടാത്തതായിട്ട് എന്തെങ്കിലും ലോകത്തുണ്ടെങ്കിൽ അത് ഈ സ്നേഹം, പ്രേമം, പ്രണയം, ആരാധന, ഇഷ്ടം, ഇങ്ങനെയുള്ള കുറച്ച് വികാരങ്ങളാണ്. അത് ഉള്ളിൽ നിന്നും മാത്രം വരേണ്ട കാര്യങ്ങളാണ്. പൈസ കൊടുത്തൊന്നും വാങ്ങാനൊക്കത്തില്ല. സീസൺ 4, സീസൺ 7 ഈ 2 സീസണുകളിലെയും വിന്നേഴ്സ് എന്റെ മനസ്സിൽ എപ്പോഴും വേറെ 2 പേര് തന്നെയാണ്. ഒരിക്കലും ഇവര് തീരുമാനിച്ച ആളെ വിന്നേഴ്സ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. സീസൺ 4 അത് ഇപ്പോഴത്തെ ഈ സീസൺ 7 അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. അനീഷ് ഒരിക്കലും ഈ ഒരു സീസൺ പരാജയപ്പെട്ടിട്ടില്ല. ഞാൻ ഒരു മാസം മുമ്പിട്ടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇദ്ദേഹം 100 ദിവസം അവിടെ നിൽക്കും. ഇദ്ദേഹം അല്ലാതെ പിന്നെ വേറെ ആര് 100 ദിവസം നിൽക്കാനാണ്? ചിലപ്പോൾ ഇദ്ദേഹം വിജയിച്ചും വരും. ഞാൻ ഉറപ്പൊന്നും പറഞ്ഞിരുന്നില്ല, ചിലപ്പോൾ ഇദ്ദേഹം വിജയിച്ചും വരും. അങ്ങനെയുള്ളൊരു പ്ലെയർ ആണ് എന്ന്. അതിലൊരു മാറ്റവും ഫിനാലെ കഴിഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല. അനുമോളെ വിജയിയായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ലാലേട്ടൻ ആദ്യം തിരിഞ്ഞത് അനീഷ് നിൽക്കുന്ന സൈഡിലേക്കാണ്. എന്നിട്ട് അനീഷിനോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഇത് അനീഷിനും കൂടി അർഹതപ്പെട്ട വിജയമാണ്. അത് മാത്രം മതി. അദ്ദേഹം എന്ത് ഡിസേർവിംഗ് ആയിരുന്നു എന്ന് പറയാൻ ഇത് മാത്രം മതി. അനീഷ് വിജയിക്കേണ്ട ഈ ഒരു സീസൺ അനുമോള് വിജയിച്ചു എന്ന് പറഞ്ഞാൽ അത് ആർക്കും തന്നെ നിഷേധിക്കാൻ പറ്റില്ല. ഇത്രയൊക്കെ ആയതിനു ശേഷവും നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ അന്തം ഫാനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.